റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ആശുപത്രിയിലെ ലഹരി മോചന കേന്ദ്രം പുതിയ കടവിലേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ എതിർപ്പുമായി നാട്ടുകാർ. ജനവാസ കേന്ദ്രത്തിലേക്ക് ലഹരി മോചന കേന്ദ്രം മാറ്റുന്നത് അംഗീകരിക്കില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നീക്കം തുടർന്നാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. ചികിത്സയ്ക്ക് എത്തുന്നവർ ലഹരി ഇടപാടുകാരായി മാറുന്ന സാഹചര്യത്തിലാണ് ലഹരി മോചന കേന്ദ്രം ബീച്ച് ആശുപത്രി കെട്ടിടത്തിന് സമീപത്തു നിന്ന് മാറ്റാൻ തീരുമാനമായത്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ലഹരി വിൽപ്പന നടക്കുന്ന ഒരു കേന്ദ്രം ബീച്ച് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ മുന്നിലുള്ള ലഹരി വിമുക്ത കേന്ദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത്. ആ ലഹരി കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ തൊട്ടടുത്ത് വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഈ കണ്ടെത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് മുഴുവൻ വീടും ബാക്കിലൊരു അമ്പലമാണ്. അപ്പോൾ അത് ഭാവിയിൽ ഇവരെ പോലുള്ള ആളുകൾക്ക് കാലി സ്ഥലങ്ങളൊക്കെയാണ്. ഇതിനെക്കാട്ടും കൂടുതൽ പുറമെ നിന്ന് ചെറുപ്പക്കാരായാലും ഇവിടെ തന്നെ ഇപ്പോൾ പെൺകുട്ടികളും ചെറുപ്പക്കാരൊക്കെയാണ് വന്ന് നമ്മൾ കണ്ടാലും ഇപ്പം 2 ദിവസം മുന്നേ ഒരു കാപ്പ വെള്ള സ്വദേശിയായ ഒരാളെ കാപ്പ ചുമത്തി ജയിലിലടിച്ചു എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇയാൾ പുറത്തിറങ്ങാണ്. ഇവരൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് അവിടെ ലഹരി മാഫിയ തന്നെ ഉള്ളത്. ഇത് അറിഞ്ഞിട്ട് വീണ്ടും ഒരു സമരത്തിന് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ്. അതുപോലെ ബീച്ച് ഹോസ്പിറ്റൽ സംരക്ഷണ സമിതി, തീരദേശ സംരക്ഷണ സമിതി, എല്ലാ സമിതി അംഗങ്ങളും ഇത് എന്താണോ ഭരണകൂടം എടുക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും അവരോടുള്ള മുന്നോട്ടുള്ള സമരങ്ങളുടെ പോക്കുകൾ. അഭിജിത്ത് മുഴക്കുന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഭിജിത്ത്, നമ്മൾ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് അതിൽ ലഹരിക്കെതിരായ ക്യാമ്പയിൻ നടത്തുമ്പോൾ, വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് തന്നെ ബീച്ച് ഗവൺമെന്റ് ആശുപത്രിയിലെ ലഹരി മോചന കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ അതെങ്ങനെയാണ് ലഹരിയുടെ ഒരു കേന്ദ്രമായി മാറുന്നതെന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ഉണ്ടാകണം, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും വേണം. പക്ഷേ ഇത് ജനവാസ മേഖലയിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ആ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആ പരാതികൾ അത് കഴമ്പുള്ളത് ആണ് എന്ന് തന്നെയാണ് നമുക്കും അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നത്, അല്ലേ? തീർച്ചയായും വിനീത, ബീച്ച് ആശുപത്രിക്ക് സമീപത്തുള്ള ലഹരി മോചന കേന്ദ്രത്തിനെതിരെ നേരത്തെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, പരാതികളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ചികിത്സയ്ക്കെത്തിയവർ ഇവിടെ ഒരു ലഹരി കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടേക്ക് എത്തുന്നവർ അവിടെ ആളുകളെ ഈ ലഹരിയിലേക്ക് ആകർഷിക്കുന്നവരായി മാറുന്നു. സിറിഞ്ച് ഉൾപ്പെടെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഒരു മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി തന്നെ ഈ ലഹരി മോചന കേന്ദ്രം മാറി എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായ കാര്യം. അതിനു പിന്നാലെ നാട്ടുകാരുടെ എതിർപ്പ് കൂടി പരിഗണിച്ചാണ് ഈ ലഹരി മോചന കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു നീക്കത്തിലേക്ക് ആശുപത്രി അധികൃതർ വരുന്നത്. പക്ഷേ ആ മാറ്റുന്നത് പുതിയ കടവിലേക്കാണ്. അതൊരു ജനവാസ മേഖലയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധം, ഒരു എതിർപ്പൊക്കെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ജനവാസ മേഖലയിലേക്ക് ഈ ലഹരി മോചന കേന്ദ്രം മാറ്റിയാൽ അവിടെ ആളുകൾ വരും, തമ്പടിക്കും. അത് അവിടെയുള്ള ആളുകളെ കൂടി, അവരുടെ സ്വൈര്യ ജീവിതത്തെ കൂടി ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയാണ് എങ്കിൽ തങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നു. ഇതിനൊരു സൊല്യൂഷനായി, ഇതിനെ ചെറുക്കാനുള്ള ഒരു കാരണമായി, അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധിയായി ഇവർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാരണമുണ്ട്. ഈ കേരളത്തിൽ ഉള്ള ലഹരി മോചന കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ആശുപത്രി കെട്ടിടത്തിനകത്താണ് പ്രവർത്തിക്കുന്നത്. സമാനമായ രീതിയിൽ കോഴിക്കോട്ടെ ലഹരി മോചന കേന്ദ്രവും ആശുപത്രി കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആശുപത്രി അധികൃതരുടെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് അവിടെ ഉണ്ടാകും. ഈ ലഹരി ഇടപാടുകാരൊക്കെ അവിടെ എത്തുന്നത് തടയാനും സാധിക്കും. നേരെ മറിച്ച് ഇത് കെട്ടിടത്തിന് പുറത്ത് ഇത്തരം ലഹരി മോചന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ വീണ്ടും ലഹരി ഇടപാടുകാർ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമായി പ്രശ്നം. ഏതായാലും അവിടുത്തുകാർ പറയുന്ന കാര്യങ്ങൾ ന്യായം തന്നെയാണ്. ഇതിലൊരു അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അഭിജിത്ത് മുഴക്കുന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ഇനി നോക്കാം.